74 ദിവസങ്ങൾ, വെറും 74 ദിവസങ്ങൾ കൊണ്ട് ഇസ്രായേൽ കൊന്നുകൂട്ടിയത് 20,000 പലസ്തീനികളെയാണ്. വെടിനിർത്തൽ ദിവസങ്ങളിൽ ഒഴികെ ശരാശരി 300 ശവശരീരങ്ങൾ വീതം ഗസൻ മണ്ണിൽ വീണു. അതിൽ 8,000 പിഞ്ചു കുഞ്ഞുങ്ങൾ. നിത്യേന കൊല്ലപ്പെടുന്നത് ശരാശരി 108 കുഞ്ഞുങ്ങൾ. കഴിഞ്ഞ 3 വർഷം ലോകം കണ്ട എല്ലാ യുദ്ധങ്ങളും കൊന്ന കുഞ്ഞുങ്ങളെക്കാൾ കൂടുതൽ കുഞ്ഞുങ്ങളെ 2.5 മാസം കൊണ്ട് കൊന്നിരിക്കുകയാണ് ഇസ്രായേൽ. ഗസൻ മണ്ണിന്റെ ഓരോ ചതുരശ്ര കിലോമീറ്ററിലും 54 ശവശരീരങ്ങൾ വീതം. വെറും 360 ചതുരശ്ര കിലോമീറ്റർ മാത്രമുള്ള ഗസയിൽ 74 ദിവസത്തിൽ പതിച്ചത് 18,000 ടൺ ബോംബുകൾ. അതായത് ഹിരോഷിമയിൽ പതിച്ച ബോംബുകളുടെ 1.5 മടങ്ങ്. 2.3 മില്യൺ, അതായത് 90% ഗസൻ ജനതയും സ്വന്തം വീടുകളിൽ നിന്ന് ഡിസംബർ മാസത്തെ കൊടും തണുപ്പത്ത് കുടിയിറക്കപ്പെട്ടിരിക്കുകയാണ്. വംശീയ ഉന്മൂലനത്തിന്റെ ഭയാനകമായ മറ്റൊരു മുഖം ഗസയിൽ വെളിപ്പെടുകയാണ്. കുഞ്ഞുങ്ങളുടെ ശവപ്പെട്ടികളുടെ സഹിക്കാനാകാത്ത ഭാരം ഇനിയും മരിക്കാത്ത പലസ്തീനികളുടെ തലയ്ക്കു മുകളിലുള്ളപ്പോൾ ഇത്തവണ പലസ്തീൻ എങ്ങനെ ക്രിസ്മസ് ആഘോഷിക്കാനാണ്? യേശു പിറന്ന ഭൂമിയാണെങ്കിലും പശ്ചിമേഷ്യ പൊള്ളുമ്പോൾ ക്രിസ്മസ് ആഘോഷങ്ങൾ വേണ്ടെന്ന് ബത്ലഹേമിലെയും പലസ്തീനിലെയും വെസ്റ്റ് ബാങ്കിലെയും പുരോഹിതർ ഒരുമിച്ച് തീരുമാനമെടുത്തിരിക്കുകയാണ്. ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിന് ശേഷം, അതായത് വെറും 2.5 മാസം കൊണ്ട് 20,000 പലസ്തീനികൾ കൊല്ലപ്പെട്ടെന്ന കണക്ക് പറയുന്ന ചില ചരിത്രപരമായ വസ്തുതകളുണ്ട്. മരിച്ച 20,000 പേരിൽ 8,000 കുഞ്ഞുങ്ങളും 6,000-ഓളം സ്ത്രീകളുമാണുള്ളത്. അതായത് മരിച്ചവരിൽ 70% സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ്. മനുഷ്യാവകാശ ഗ്രൂപ്പുകളും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും ലാൻസെറ്റ് മെഡിക്കൽ ജേണലും അംഗീകരിച്ച ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് നിഷേധിക്കാത്ത കണക്കുകളാണിത്. ഇത്രയധികം ജീവനുകൾ മാത്രമല്ല, ഗസയിൽ ജീവിച്ചിരുന്നവരുടെ ജീവിതവും വെറും 6 ആഴ്ച കൊണ്ട് തകർന്നു. 2ാം ലോക മഹായുദ്ധത്തിൽ ജർമ്മൻ നഗരത്തിൽ നടന്ന ബോംബ് സ്ഫോടനത്തിന് സമാനമായ കേടുപാടുകൾ ഗസയിൽ 2 മാസം കൊണ്ടുണ്ടായതായി ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് ഗസയിലെ ആകെ കെട്ടിടങ്ങളുടെ 68%-ഓളം തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. മരിച്ച പലസ്തീനികൾ 70%-ഓളം സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണെന്നത് യുദ്ധം കൂടുതൽ കവർന്നത് സാധാരണ പൗരന്മാരുടെ ജീവനാണെന്ന് അടിവരയിടുന്നു. കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കൂട്ടക്കുരുതി ചെയ്യുന്ന ചരിത്രത്തിലെ തന്നെ ഏറ്റവും മാരകമായ യുദ്ധമായി ഹമാസ് ഇസ്രായേൽ സംഘർഷം മാറുകയാണ്. 2015-ലും 2016-ലുമായി നടന്ന സിറിയൻ സംഘർഷങ്ങൾ ആ ഭൂപ്രദേശത്തെ കുഞ്ഞുങ്ങളുടെ ശവപ്പറമ്പാക്കിയെന്ന് അന്താരാഷ്ട്ര സമൂഹമാകെ വിലപിച്ചിരുന്നതാണ്. അന്ന് കൊല്ലപ്പെട്ട സ്ത്രീകളുടെയും കുട്ടികളുടെയും ശതമാനം പോലും 37%-ൽ കൂടിയിട്ടില്ലെന്നറിയുമ്പോഴാണ് ഈ 70% എത്രത്തോളം ഭീതിതമായ കണക്കാണെന്നത് മനസ്സിലാക്കാനാകുന്നത്. 2021-ന്റെ ആദ്യ പകുതിയിൽ അഫ്ഗാനിസ്ഥാനിലെ സിവിലിയൻ മരണങ്ങൾ എക്കാലത്തെയും ഉയർന്ന നിരക്കിലെത്തിയപ്പോൾ അന്ന് ആകെ കൊല ചെയ്യപ്പെട്ടതിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ശതമാനം 46 ഇറാഖ് യുദ്ധത്തിന്റെ ആദ്യ 2 വർഷങ്ങളിൽ കൊല ചെയ്യപ്പെട്ട സ്ത്രീകളും കുട്ടികളും 20%-ന് തൊട്ടു താഴെയായിരുന്നു. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും മാരകമായ യുദ്ധങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന യമൻ യുദ്ധത്തിൽ 2018 മുതൽ 2022 വരെയുള്ള കാലയളവിൽ കൊല്ലപ്പെട്ട സ്ത്രീകളും കുട്ടികളും 33%-ആണെന്ന് സിവിലിയൻ ഇമ്പാക്ട് മോണിറ്ററിംഗ് പ്രോജക്ട് ഓൺ ദി കോൺസിക്വൻസസ് ഓഫ് ആംഡ് വയലൻസ് നൽകുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഗസ കുഞ്ഞുങ്ങളുടെ ശവപ്പറമ്പായി മാറിയെന്ന് കഴിഞ്ഞ മാസം UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പ്രസ്താവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളെ കണക്കുകൾ സാധൂകരിക്കുന്നുണ്ട്. 2019 മുതൽ ലോകത്ത് നടന്ന എല്ലാ യുദ്ധങ്ങളും കൊലപ്പെടുത്തിയ കുഞ്ഞുങ്ങളെക്കാൾ കൂടുതൽ കുഞ്ഞുങ്ങളാണ് 2.5 മാസം കൊണ്ട് ഗസയിൽ മരിച്ചു വീണത്. ഒക്ടോബർ 7-ന് ശേഷം ഗസയിൽ മരിച്ച കുഞ്ഞുങ്ങളുടെ എണ്ണം 7,870 അഫ്ഗാൻ സംഘർഷത്തിന്റെ 11 വർഷങ്ങളിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ ആകെ എണ്ണം 8,099 അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് 2.5 മാസം കൊണ്ട് ഇസ്രായേൽ കൊന്നൊടുക്കിയ പിഞ്ചു കുഞ്ഞുങ്ങളുടെ കണക്കുകൾക്ക് ഏകദേശം അടുത്താണ് 11 വർഷത്തെ കണക്കുകൾ. യമൻ യുദ്ധത്തിന്റെ 7.5 വർഷങ്ങൾ കവർന്നെടുത്ത കുരുന്നു ജീവനുകൾ 3,774 ഇതിന്റെ ഇരട്ടിയോളം വരും ഗസയിലെ കണക്കുകൾ. സിറിയയിൽ 12 വർഷം നീണ്ടുനിന്ന ആഭ്യന്തര യുദ്ധത്തിൽ മരിച്ചു വീണ കുഞ്ഞുങ്ങളുടെ എണ്ണം 30,127 ദിവസം ശരാശരി മരണപ്പെട്ട കുഞ്ഞുങ്ങളുടെ എണ്ണം 7 കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഗസയിൽ ദിവസവും മരിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം 160-ന് അടുത്തുവരെ എത്തുന്നു. ഗസയിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇസ്രായേൽ സൈന്യം നടത്തിയ യുദ്ധങ്ങൾ പരിശോധിച്ചാലും മനസാക്ഷിയെ നടുക്കുന്ന പല വിവരങ്ങളും കാണാം. എന്നാലും മുൻ വർഷങ്ങളുടെ ഇസ്രായേൽ ആക്രമണങ്ങളെക്കാൾ ഭീതിതമാണ് ഒക്ടോബർ 7-ന് ശേഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 1990 മുതൽ നടന്ന എല്ലാ സംഘർഷങ്ങളും പരിശോധിച്ചാലും
സാധാരണ പൗരന്മാരുടെ മരണനിരക്ക് 70% എത്തിയിട്ടില്ല. ഗസയ്ക്ക് തൊട്ടുമുമ്പ് ലോകത്തെ കണ്ണീരണിയിച്ചത് യുക്രൈനായിരുന്നു. 11 മാസങ്ങൾ കൊണ്ട് യുക്രൈനിൽ 10,000-ത്തിനടുത്ത് ആളുകൾ കൊല്ലപ്പെട്ടു. 45 ദിവസങ്ങൾ കൊണ്ടാണ് ഇസ്രയേൽ 10,000 ഗസൻ ജനതയെ കൊന്നൊടുക്കിയത്. യുക്രൈൻ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത് 560 പിഞ്ചു കുഞ്ഞുങ്ങളായിരുന്നു. സിറിയൻ നഗരമായ അലപ്പോ പിടിച്ചടക്കാനുള്ള ക്രൂരമായ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് 31,000 മനുഷ്യരാണ്. 4 വർഷത്തെ സംഘർഷത്തിന്റെ കണക്കുകളാണിത്. എന്നാൽ വെറും 2.5 മാസം കൊണ്ടാണ് 20,000 പലസ്തീനികളെ ഇസ്രയേൽ കൊന്നത്. 2011 ലിബിയയിലെ ആഭ്യന്തര യുദ്ധവും വിമത സേനയ്ക്കെതിരായ സ്വേച്ഛാധിപതി മുഅമ്മർ ഗദ്ദാഫിയുടെ പ്രതികാര ദാഹത്തിലും പൊലിഞ്ഞത് 3,400 ജീവനുകളാണ്. ഇതിൽ ഗദ്ദാഫിയുടെ ക്രൂരതയ്ക്കിരയായി കൊല്ലപ്പെട്ടത് 8 മാസത്തിനിടെ 2,300 പേരാണെന്നാണ് എയർവാസിന്റെ കണക്ക്. അതായത് 2.5 മാസം കൊണ്ട് ഇസ്രയേൽ കൊലപ്പെടുത്തിയ സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും എണ്ണത്തിന്റെ 1/5 ഈ കണക്കുകൾ വരുന്നത്. 2016-17 കാലത്ത് ഇറാഖ് നഗരമായ മൊസൂളിൽ ISIS-നെതിരെ US നടത്തിയ ആക്രമണത്തിൽ നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടതിൽ ലോകരാജ്യങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. അന്ന് 9 മാസത്തിനുള്ളിൽ 11,000 സാധാരണക്കാർക്കാണ് ജീവൻ നഷ്ടമായിരുന്നത്. ഇറാഖ് യുദ്ധത്തിലെ 1-2 വർഷങ്ങളിൽ അമേരിക്ക കൊലപ്പെടുത്തിയ ജനങ്ങളെക്കാൾ കൂടുതൽ പേരെ അഫ്ഗാനിസ്ഥാനിൽ 2 പതിറ്റാണ്ടുകളായി US ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനേക്കാൾ കൂടുതൽ പേരെ 2.5 മാസം കൊണ്ട് ഇസ്രയേൽ കൊലപ്പെടുത്തി. മഹാവിപത്ത് വിതയ്ക്കുന്ന ഈ കൂട്ടക്കൊല ഇതുവരെ അവസാനിപ്പിക്കാൻ ലോകരാജ്യങ്ങൾക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ലെന്നത് മനുഷ്യത്വത്തെ ലജ്ജിപ്പിക്കുന്നതാണ്. ഈ തെരുവിലെ രക്തവും കണ്ണീരും കാണുമ്പോൾ പശ്ചിമേഷ്യയ്ക്ക് എങ്ങനെയാണ് ക്രിസ്മസ് ആഘോഷിക്കാൻ സാധിക്കുക എന്ന ചോദ്യമാണ് ബത്ലഹേമിലെയും ജെറുസലേമിലെയും വെസ്റ്റ് ബാങ്കിലെയും ഉന്നത പുരോഹിതർ ചോദിച്ചത്. ലോകമൊക്കെയും പേർവഴി ചാർത്തണമെന്ന് റോമൻ ചക്രവർത്തിയുടെ ആജ്ഞ അനുസരിച്ച് നസറേത്തിൽ നിന്ന് ബത്ലഹേമിലേക്കുള്ള മരുഭൂമി യാത്രക്കിടെയാണ് പ്രതീക്ഷയുടെ വെളിച്ചം തൂകി ബത്ലഹേമിൽ ഉണ്ണിയേശു പിറന്നു വീഴുന്നത്. അന്നത്തെ ചരിത്രപരമായ യാതനയ്ക്കും അലച്ചിലിനും ഒടുവിലായിരുന്നു അവന്റെ ജനനം. ഇന്ന് മനുഷ്യസഹനത്തിന്റെ മുഖം നിസ്സഹായരായി ഗസയിൽ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുടെ മുഖമാണ്. അതുകൊണ്ടാണ് ബത്ലഹേമിലെ ഇവാഞ്ചലിക്കൽ ലുഥേറൻ പള്ളിയിൽ തകർന്ന കെട്ടിടങ്ങൾക്ക് നടുവിൽ കിടക്കുന്ന യേശുവിനെ ഭാവന ചെയ്ത് വ്യത്യസ്തമായ പുൽക്കൂടൊരുങ്ങിയത്. ഇസ്രയേൽ കരയുദ്ധം ആരംഭിച്ച ശേഷം ഗസയിൽ മരിച്ചു വീണ ക്രിസ്ത്യാനികളും അറബികളും ജൂതരുമായ എല്ലാ മനുഷ്യരോടും ഐക്യപ്പെട്ടാണ് ഇത്തവണ ബത്ലഹേമിൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾ ഒഴിവാക്കുന്നത്. കഴിഞ്ഞ മാസമാണ് ബത്ലഹേമിലെയും റാമല്ലയിലെയും മുനിസിപ്പാലിറ്റികളും പള്ളികളും ഗസയോട് ഐക്യപ്പെട്ട് ഇത്തവണ ക്രിസ്തുമസ് ആഘോഷങ്ങൾ ഒഴിവാക്കുകയാണെന്ന് പ്രഖ്യാപിച്ചത്.